2003 നടന്നിട്ടുള്ള മുത്തങ്ങ സമരത്തിന് ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ് നരിവേട്ട. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന അനുരാജ് മനോഹറാണ്, നമ്മളെ ഇഷ്കിന്റെ ഒക്കെ ഡയറക്ടറാണ്. ആൻഡ് മൂവിലോട്ട് വരുമ്പോൾ ഈ 2003 മുത്തങ്ങ സമരം എന്ന് പറയുന്നത് ഒരു വലിയ കലാപം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞാലും ഒരിക്കലും ആരും മറക്കാത്തൊരു ഇൻസിഡന്റ് ആണ്. അതായത് ഒരുപാട് ആദിവാസികൾ ഒരു സമരം ചെയ്യുവാണ്. അവർ സമരം ചെയ്തത് മറ്റേ പണത്തിനോ പദവിക്കോ ഒന്നുമല്ല, കുറച്ച് ഭൂമിക്ക് വേണ്ടിയിട്ട്, അവർക്ക് താമസിക്കാൻ, അവർക്ക് വീട് വെച്ച് താമസിക്കാനുള്ള ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. അത് 2001 ഗവൺമെന്റ് അലോട്ട് ചെയ്ത് കൊടുത്തു. പിന്നീട് ഒരുപാട് വർഷം അവർ വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് സ്ഥലമൊന്നും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ സമരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. പിന്നീട് വെടിവെപ്പൊക്കെ നടന്നു. ആ ഒരു ഇൻസിഡന്റിൽ ഒരുപാട് ആദിവാസികൾ മരിച്ചു, ഒരു പോലീസ് ഓഫീസറൊക്കെ മരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ഓർഡർ ചെയ്തത് എന്തായാലും ഗവൺമെന്റ് ആണല്ലോ. അന്നത്തെ കേരള ഗവൺമെന്റ് നല്ല രീതിക്ക് തലവനിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം അവരാണ് ഓർഡർ ചെയ്ത വെടിവെപ്പിന്. അന്ന് ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കെയോസ് അല്ലെങ്കിൽ ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് സിനിമയിലോട്ട് വരുമ്പോൾ ആ ഒരു ഇമോഷൻ നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മൂവിക്ക്. കാരണം ആ ഒരു സമരവും അതിനെ റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഇവന്റ്സും ആ ആദിവാസികളുടെ അവരുടെ ആ ഒരു പ്രൊട്ടസ്റ്റിനുള്ള റീസൺസും, അല്ലെങ്കിൽ അവരുടെ ഭൂമി അവർക്ക് വേണം, അത്രേ ഉള്ളൂ, വേറെ ഒരു ആവശ്യം അവർക്കില്ല. ആ ഭൂമിക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോകും എന്ന സിറ്റുവേഷൻസും അതിനെതിരെ നിൽക്കുന്ന കേരള പോലീസും കേരള ഗവൺമെന്റും അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഏരിയാസിൽ ഒട്ടും വർക്കാവാത്ത രീതിയിൽ ഒരുപാട് സീക്വൻസ് വന്നു പോകുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു സിറ്റുവേഷൻ ശരിക്കും സിനിമ സംസാരിക്കുന്ന സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു പോലീസ് ഓഫീസർ, അതായത് പോലീസ് ഓഫീസർ ആവണ്ട, അയാൾക്ക് വേറെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ സിറ്റുവേഷൻ മൂലം പോലീസ് കോൺസ്റ്റബിൾ ആവുന്നതും പിന്നെ അയാൾ ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ സംസാരിക്കുന്നത്. അവിടെ തന്നെ കുറച്ച് സിനിമ ഒന്ന് ലാഗടിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയൊരു റൊമാൻസും പരിപാടി, പിന്നെ അയാളുടെ ലൈഫിൽ നടക്കുന്ന കുറെ ഇവന്റ്സ്, പിന്നെ അതിനെ കണക്ട് ചെയ്ത് പോകുന്ന പാരലി ആ ഒരു സമരവും പിന്നെ അന്നത്തെ കുറെ ഇവന്റ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ ഒരു മൂവിയുടെ കണ്ടന്റ്, അല്ലെങ്കിൽ മുത്തങ്ങ സമരം എന്താണ്, അല്ലെങ്കിൽ അവിടെ ശരിക്കും എന്താണ് നടന്ന, കേരള ഗവൺമെന്റും കേരള പോലീസും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് വരുന്ന സീക്വൻസ് ഉണ്ട്. ഈ ആദിവാസികളും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും ആ ഒരു ഫയറിംഗ് ഒക്കെ ഉള്ള, അത് അടിപൊളിയായിരുന്നു. നൈസായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു സീക്വൻസ് ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും, അല്ലെങ്കിൽ അവരവിടെ നിന്ന് അവർ ഫൈറ്റ് ചെയ്യുന്ന അവരുടെ ഭൂമിക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനത്തെ കുറെ ഇമോഷണലായിട്ട് നമുക്ക് നല്ല രീതിക്ക് ആ ഒരു സീക്വൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു കഥ ശരിക്കും സിനിമ സംസാരിക്കുന്നത്. പ്രോപ്പറായിട്ട് ആ ഒരു കാലത്ത് എന്താണ് നടന്നത് അത് A to Z അതുപോലെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് നടന്നിട്ടുള്ള ഇവന്റ്, ആ ഒരു ഇവന്റ് പ്രോപ്പറായിട്ട് സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. ആ ഇമോഷൻസും സിറ്റുവേഷൻസും. ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂവിയുടെ ഒരു ക്ലൈമാക്സിലൊക്കെ പോകുമ്പോൾ ആ ഒരു കേരള പോലീസും, അല്ലെങ്കിൽ കാരണം അവർ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും ഷൂട്ട് ഔട്ടൊക്കെ ചെയ്തതും. സോ പിന്നീട് അവിടെ നടക്കുന്ന ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, അതായത് ടൊവിനോയുടെ ക്യാരക്ടറിൽ കൂടെ നല്ല രീതിക്ക് തന്നെ മൂവി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ടൊവിനോയുടെ ക്യാരക്ടറിനെ എടുത്ത് പറയണം, പുള്ളിക്കാരന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു സിനിമയിൽ. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ ഒരു ക്യാരക്ടറിന് ഒരിക്കലും പോലീസ് കോൺസ്റ്റബിൾ ആവണ്ട, അല്ലെങ്കിൽ ആ ഒരു പോലീസ് ജോലി തന്നെ മൂപ്പർക്ക് ഇഷ്ടമല്ല. പക്ഷേ ലൈഫിലുള്ള പല സിറ്റുവേഷൻസ് കാരണം അയാൾ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്രേ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാളെ മാത്രമാണ് ഇഷ്ടം, ബാക്കി ആരും ഇഷ്ടമില്ല. അതുകൊണ്ട് തൊട്ടനെ പിടിച്ചതിനൊക്കെ ദേഷ്യം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്ന് സിനിമ ആ ഒരു പ്രോപ്പർ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് എത്തുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആ ഒരു ഷിഫ്റ്റ് ത്രൂ ഔട്ട് ദ മൂവിയിൽ പുള്ളിക്കാരൻ അടിപൊളിയായിട്ടാണ് കൊണ്ടുവരിക്കുന്നത്. എസ്പെഷ്യലി ചില എക്സ്പ്രഷൻസും ചില സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യുന്നതും ചില ഡയലോഗ്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റോറി, അല്ലെങ്കിൽ അന്ന് നടന്ന ഇൻസിഡന്റിനെ ഫുള്ള് കൊണ്ടുവന്ന ടൊവിനോയുടെ ഒരു ക്യാരക്ടറാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിലെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഈ മൂവിയിലെ ഓരോ സീക്വൻസ് നമ്മൾ കാണുമ്പോഴും അതൊരു കിഡിലെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തോന്നുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ജെയ്ക്സ് ബിജോയ് നിങ്ങൾ വേറെ ലെവലാണ്. ഓരോ സീക്വൻസിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു മ്യൂസിക് കൊണ്ട് മാത്രം സീൻ ഇങ്ങനെ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ വേറെ രീതിക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. എലിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചില നോർമൽ ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും, പക്ഷെ പുള്ളിക്കാരുടെ ഒരു മ്യൂസിക് ട്രാക്ക് ഒക്കെ വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് തന്നെ ടോട്ടലി മാറുന്നുണ്ട്. മൂപ്പരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻ്റയർ മൂവിനെ പിടിച്ചു ചേർത്തുന്നത്. അങ്ങനത്തെ ലെവലാണ് ഈ ഒരു മൂവിക്ക് മൂപ്പര് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ റൈറ്റിംഗ്സിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നി. അതായത് ചില ക്യാരക്ടേഴ്സും ചില സിറ്റുവേഷൻസും അല്ലെങ്കിൽ ചില ഇവന്റ്സ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയനെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ലൈക്ക് എന്താ പറയുക, ഇതിപ്പം ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിൽ അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലല്ലോ, കുറെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കൊണ്ടുവരുമ്പോൾ ഒരു പക്ക ഡോക്യുമെന്ററി ആവാനും പാടില്ല, പക്ഷെ കൊമേഴ്ഷ്യലി ആൾക്കാർക്കൊക്കെ ആ ഒരു മൂവി കണക്ട് ചെയ്യാനും വേണം. സോ അങ്ങനെ വരുമ്പോൾ ഈ റൊമാൻസും കാര്യങ്ങളും ബാക്കിയെല്ലാം കൊള്ളാം, പക്ഷെ അതിന്റെയൊക്കെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ കുറച്ച് കുറയ്ക്കായിരുന്നു. കാരണം ഈ മൂവിയിൽ ആ ഒരു റൊമാൻസ് ആയാലും അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഒക്കെ കുറച്ച് കൂടിയതുപോലെ എനിക്ക് തോന്നിപ്പോയി. ആൻഡ് അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റ്, ഇപ്പം ചേരനെ ഈ ഒരു മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചേരെന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാമ്പൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞ് പഴയ പാട്ടും പഴയ ഓട്ടോഗ്രാഫിന്റെ ഒക്കെ ഡയറക്ടറാണ്. അപ്പൊ പുള്ളിക്കാരനെ ഇതിൽ കാസ്റ്റ് ചെയ്ത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ IPS ഓഫീസറാണ്. ഒരു IPS ഓഫീസറിന്റെ അപ്പിയറൻസ് ഇല്ല പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിന്. കാരണം ഡയലോഗ്സ് ആയാലും ശരി, പുള്ളിക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും അങ്ങനെ തോന്നത്തില്ല. ഒരിക്കലും ആപ്റ്റ് ആവാത്ത ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ ലയിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതിലും എനിക്ക് ഒട്ടും കണക്ട് ആവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാധാ കോൺസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഏറ്റവും റാങ്ക് കുറഞ്ഞ ഒരാളാണ് ടൊവിനോ എന്ന് പറയുന്നത്. ആൻഡ് ചേരന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ, ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. സിനിമയ്ക്ക് വേണ്ടിയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. അത് എങ്ങനെ അങ്ങ് നടക്കാത്ത ഒരു കാര്യം. അതായത് അവിടെ നടക്കുന്ന ആ സമരം പന്തലിൽ നടക്കുന്ന പല അപ്ഡേറ്റ്
അപ്ഡേറ്റ്സും ഒരു IPS ഓഫീസർ ഒരു കോൺസ്റ്റബിളിനോട് പറയാം, നീങ്ങ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇന്ന് ഇവിടെ ഇങ്ങനെ നടന്നു, നാളെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ. അതായത് അവിടെ IPS ഓഫീസറിന്റെ കൂടെ ഉള്ള റാങ്കിലുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ അടുത്തൊന്നും പറയുന്നില്ല, സാധാ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ അത് എന്തെങ്കിലും സിനിമയിൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രോപ്പർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ആയാലും ശരി, ആ ഒരു ഇവന്റ്സ് ആയാലും അതിനെ കണക്ട് ചെയ്ത് പോകണം. ഇത് ഒരു സാധാ കോൺസെപ്റ്റ് ഉള്ള ഒരു IPS ഓഫീസർ വിളിച്ച് അപ്ഡേറ്റ്സ് കൊടുക്കുക. അത് IPS ഓഫീസറൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന മീറ്റിംഗ്സ്, അല്ലെങ്കിൽ അയാളുടെ റൂമിലോട്ട് ഒരു കോൺസ്റ്റബിൾ കയറി പോയിട്ട് സാറേ എന്താണ് സിറ്റുവേഷൻ, അത് എന്താണ്, അപ്പോൾ പുള്ളിക്കാരൻ റിപ്ലൈ കൊടുക്കുക. അത് ശരിക്കും ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. ലോജിക്കലി നോക്കുവാണെങ്കിൽ അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ സിനിമയിൽ അത് കുറേ ഏരിയാസിൽ അത് വന്നു പോകുന്നുണ്ട്. 1-2 ആണെങ്കിൽ ശരി, അപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെയ്തെന്നാണെങ്കിൽ പറയാം. ഇത് ത്രൂ ഔട്ട് ആ ഒരു സെക്കൻഡ് ഹാഫിൽ മിക്ക ഏരിയാസിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ നടക്കുമോ നമുക്ക് തോന്നി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മൂവിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റിംഗ്സിൽ കുറച്ചും കൂടി നോക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പല ഏരിയാസിലും മൂവി. പക്ഷേ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇവന്റ്സും അന്ന് നടന്ന മുത്തങ്ങ സമരവും, അല്ലെങ്കിൽ അവിടെ അതിനുശേഷം എന്താണ് നടന്നത്, കേരള പോലീസ് എന്താണ് ചെയ്തത്, ഗവൺമെന്റ് എന്താണ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു മൂവിയുടെ തേർഡ് ആക്ട്, ആ ഒരു വലിയൊരു സീക്വൻസ്, ആ ഒരു സമരത്തിന്റെ സീക്വൻസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രാക്ക് അടിപൊളിയായിരുന്നു. അവിടുത്തെ ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും ശരി, ഇമോഷണൽ ആയാലും ശരി, എല്ലാം നമുക്ക് നല്ല രീതിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓവറോൾ മൂവി എനിക്കൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര കിടിലം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സമരം, അവിടുത്തെ ഇൻസിഡൻസിനെ മാത്രം എടുത്തൊരു വേറെ ലെവൽ മറ്റേ വെട്രിമാരന്റെ പടമൊക്കെ പോലത്തെ അങ്ങനത്തെ രീതിക്കൊന്നും അല്ല. കുറച്ച് ഇമോഷണൽ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള റിയൽ ലൈഫ് ഇവന്റ് സംസാരിക്കുന്ന ഒരു മൂവിയാണ്. സോ എന്തായാലും നിങ്ങൾ കണ്ടുപോയി നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.